ഹായ്, ഗുഡ് ഈവനിങ് മൈ ഡിയർ ഫ്രണ്ട്. ഞാനിന്നിപ്പോൾ അന്ന് വാങ്ങിച്ചത് ഫേസ് മാസ്കും ഫേഷ്യലുമായിട്ട് ചെയ്യാൻ പോവുകയാണ്. ഇത് ജെല്ലാണ് കേട്ടോ, അലുവേര ജെല്ലാണ്. ഞാനത് ഉപയോഗിക്കുകയാണ്. ഇന്ന് സൺഡേ ആയിട്ട് പുറത്ത് പോകാൻ പ്ലാനുണ്ട്. അപ്പോൾ അത് ഒന്ന് ഫോർട്ട് കൊച്ചിയൊക്കെ പോയിട്ട് പ്ലാനുണ്ട്. ഞാനപ്പോൾ വീഡിയോ പിടിച്ചിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് തയ്യാറാവുകയാണ്. ഒന്ന് കുളിസീനൊക്കെ പാസ്സാക്കണം. അപ്പോൾ ഇതാ ഫേഷ്യൽ ജെല്ലാണിത്. അപ്പോൾ ഇത് വാങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഞാനധികം യൂസ് ചെയ്യില്ല. എൻ്റെ സ്കിന്നിന് ഇത് ഡ്രൈ ആണ്. അപ്പോൾ ഇതിപ്പോൾ മാസ്ക് ചെയ്യണതിൻ്റെ ഭാഗമായിട്ട് ഞാനിത് ഒന്ന് ജെല്ല് തേച്ച് ഒന്ന് ഫ്രഷ് ആവുകയാണ്. അപ്പോൾ ഫ്രഷ് ആയിട്ട് വേണം എനിക്ക് ഈ മാസ്ക് ഉപയോഗിക്കാൻ. ഞാൻ തോർത്തൊക്കെ ഉടുത്ത് കുളിക്കാൻ ഭാഗമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളെപ്പോഴും കുളിക്കുന്നതിൽ നമ്മളിങ്ങനെ ഇന്ന ഡ്രസ്സ് ഇടാവുന്നൊന്നുമില്ല. നമ്മൾ കുളിക്കുന്ന സമയമാകുമ്പോൾ നമ്മൾ ഡ്രസ്സ് മാറ്റിയിട്ട് കുളിക്കുന്ന ഡ്രസ്സിൽ നിൽക്കും. അപ്പോൾ ഞാനിപ്പോൾ തോർത്തുടുത്ത് നിൽക്കുവാണ്. ഞാനൊരു മാസ്ക് ഇടുകയാണ് കേട്ടോ. ഇത് നല്ല മാസ്കാണ്, വളരെ ചേഞ്ചബിളായിട്ടുള്ള മാസ്കാണ്. ഞാനിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഉപയോഗിച്ചു. ഇനി ഞാൻ ഉപയോഗിച്ചിട്ട് ഇനി ഒരാളുടെ ഫേസിലൂടെ വെച്ചിട്ട് ഞാനിത് കളയത്തുള്ളൂ. കാരണം ഒരു പ്രാവശ്യം ഉപയോഗിക്കുന്നില്ല, അതിനും അപ്പുറം ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ഈ ലിക്വിഡ് ഒരുപാടുണ്ട്. ലിക്വിഡ് നമ്മൾ മുഖത്ത് അതായതിനു ശേഷം പിന്നെ അതേപോലെ മടക്കി നമ്മളെ കവറിനകത്താക്കി വെക്കുക. അപ്പോൾ ഞാനിത് അന്ന് ഉപയോഗിച്ചത് തന്നെയാണ്. നേരെ അതുപോലെ നമ്മുടെ ഫേസിലൊട്ടിച്ച് ചെയ്യുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ കംഫർട്ടാക്കി ചെയ്യുകയാണ്. ഇത് ഒരു 10 മിനിറ്റ് നമ്മൾ വയ്ക്കുക. എന്നിട്ട് നമ്മളത് വാഷ് ചെയ്ത്, അതായത് നമ്മുടെ സ്കിന്നിൽ ഉരച്ച് കഴുകുക. അപ്പോൾ നമുക്കൊരു ഗ്ലോ കിട്ടുന്നതാണ്. ഇത് ഗോൾഡൻ ഫേസ് പാക്കാണ്. വെളുത്ത ആൾക്കാർക്ക് ഗോൾഡൻ ആണ് നല്ലത്, നല്ലൊരു പുതു നിറം ഉണ്ടാകാൻ വേണ്ടി. അതായത് ഇരുണ്ട നിറക്കാർക്ക് ഡയമണ്ട് ആണ് നല്ലത്, സിൽവർ. നല്ല ഒരു ഗ്ലേസിങ് നൽകുന്നതാണ്. അടുത്ത് ഞാൻ ഇനി എൻ്റെ കോസ്റ്റ്യൂംസ്, അതായത് പുറത്ത് പോകാനുള്ള കോസ്റ്റ്യൂംസ് എടുക്കണം അലമാരയിൽ നിന്ന്. അപ്പോൾ അതിന് വേണ്ടി കോസ്റ്റ്യൂംസ് ഞാനൊരു ഫ്രോക്ക് ഇടാമെന്നാണ് വിചാരിച്ചത്. ഞാൻ ഈ ഫ്രോക്ക് ഒരു വട്ടം മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് ഞാൻ മറ്റേ പ്രേമയുഗം മൂവി കാണാൻ പോയതിൻ്റെ അന്ന് മാത്രമേ ഇതിട്ടിട്ടുള്ളൂ. ആ വലിച്ചപ്പം വരുന്ന അത് നൈറ്റിയാണ്. ആ നൈറ്റി ഞാൻ ഒരിക്കൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിടാൻ എനിക്കിഷ്ടം തോന്നുന്നു, അതുകൊണ്ട് ഇതിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് വേണ്ടിയുള്ള കുറച്ച് ഓർണമെൻറ്റ്സൊക്കെ തയ്യാറാക്കണം. എന്നെ അലമാര ക്ലോസ് ചെയ്യണം. പിന്നെ ഇതാണ് ഞാൻ ഇന്നാൾ തയ്ച്ച ഗൗണ്. ഞാൻ സ്റ്റിച്ചിങ് സെൻറ്ററിൽ പോകുന്നെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇന്നാൾ തയ്ച്ച ഗൗണാണത്. നല്ല ഭംഗിയുള്ള ഗൗണാണ്. എനിക്ക് നല്ല ചേർച്ചയുണ്ട് അതിട്ടിട്ട്. ഞാൻ ഇട്ടില്ല അത്. ഇത് ധാവണിയാണ്. ഇത് മേടിച്ചിട്ട് ഞാൻ ഇട്ടിട്ടില്ല, സ്റ്റിച്ച് ചെയ്ത് കൊണ്ട് വച്ചിരിക്കുന്നു. ഓരോ റീൽസിന് ഭാഗമായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. അലമാരയൊന്ന് ക്ലീൻ ചെയ്യാണ്ട്. ഇത് ധാവണിയുടെ ദുപ്പട്ടയാണ്. അപ്പോൾ അലമാരയൊന്ന് നല്ലപോലെ അടുക്കി വെക്കാനൊക്കെ ഉണ്ട്. അതൊരു പണിയാണ്. ഒന്നെടുക്കുമ്പോൾ ഒന്നൊന്നായിട്ട് വന്ന് തറയിൽ വീഴുകയാണ്. അപ്പോൾ അതൊന്ന് അടുക്കി പറക്കിയൊക്കെ വെക്കണം. പുറത്ത് പോയിട്ടൊക്കെ വന്ന് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ഞായറാഴ്ച ഒരു ദിവസം ആകുമ്പോൾ ഒന്ന് ഔട്ടിങ്ങിനൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. പുറത്തോട്ട് വീട്ടിനകത്ത് ഇരുന്ന് ഒരു മടുപ്പ് ഫീൽ ചെയ്യും. ഈ വെയിലൊക്കെ ഒന്ന് മാറിയിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയുള്ള കോസ്റ്റ്യൂം തയ്യാറാക്കി എടുത്തു കഴിഞ്ഞു. ഇനി അതിൻ്റെ ഓർണമെൻറ്റ്സും എടുക്കണം. ഈ ഡ്രസ്സ് ഭംഗിയുണ്ടോ നോക്കൂ ഗെയ്സ്. നല്ല ഭംഗിയുണ്ട്. എനിക്കന്ന് ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചതാണ്. ഇത് ഞാൻ ഇത്രയും സാധനത്തിന് അന്ന് എനിക്ക് എത്ര 700 രൂപ എന്തരമായി ഈ ഒരു ടോപ്പിന് മാത്രം. അപ്പോൾ ഞാനത് മോളുടെ കോളേജിൻ്റെ അടുത്തുനിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അവൾക്ക് ഈ മാതിരിയുള്ള ഡ്രസ്സൊന്നും കോളേജിൽ ഇട്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ല. കാരണം അവർ നേരത്തെ റിക്വസ്റ്റ് ചെയ്തിരുന്നു ഇങ്ങനെയൊന്നും ഇട്ടുകൊണ്ട് വരാൻ പാടില്ല എന്ന്. അപ്പോൾ അവർക്ക് യൂണിഫോമൊക്കെ ഉണ്ട്. അതുകൊണ്ടും അവളിത് യൂസ് ചെയ്യുന്നില്ല. ഞാൻ ഒരു പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ, റീൽസിന് വേണ്ടി മാത്രം. എന്നിട്ട് പിന്നെ പ്രമേഹം മൂവി കാണാൻ പോയപ്പം ജസ്റ്റ് ഒന്നിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ പുറത്തോട്ട് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ഈ ഡ്രസ്സ് ഇടാനാണ് ഞാനിന്ന് പരിപാടി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി കുളിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ കയറിയിട്ട് ഞാൻ ഈ ജെല്ലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതെപ്പോഴും ഉപയോഗിക്കാറില്ല, വല്ലപ്പോഴും മാത്രമേ ഉപയോഗിക്കാറുള്ളൂ.
അപ്പോൾ ഇത് നമ്മുടെ ഒരു പഞ്ഞി ഉണ്ടല്ലോ, ആ പഞ്ഞിക്കകത്ത് ഒഴിച്ചിട്ടാണ് തേച്ച് കുളിക്കേണ്ടത്. അപ്പോൾ അത് എന്നും ഉപയോഗിക്കാറില്ല കേട്ടോ ഗൈസ്, എന്നും ഉപയോഗിക്കാറില്ല, വല്ലപ്പോഴും. ഇത് വാച്ച് ഇതിന് വേണ്ടിയുള്ള വാച്ചാണ്. അപ്പോൾ ഇനി അടുത്ത് ഞാൻ ഇതിന് സെറ്റ് ചെയ്യേണ്ടത് കുറേ തുണികൾ ഇവിടെ വാരിക്കൊണ്ടിട്ടിരിക്കുന്ന കേസ്. അതായത് വാഷ് ചെയ്തതാണ് ഞാൻ ഇന്നലെ വാഷ് ചെയ്ത് പിടിച്ച് പൊക്കത്ത് കൊണ്ടിട്ടിരുന്ന മോള് ഡ്രസ്സ് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുവാണ്. ഇത് ഞാൻ തന്നെ ഇനി മടക്കണം, മറ്റാരും തന്നെ ഇല്ല. അത് മടക്കാനുള്ള തയ്യാറെടുപ്പാണ്. സപ്പോർട്ടിങ് ആരെങ്കിലും മൊബൈൽ ക്യാമറ ഒന്ന് പിടിച്ചാൽ മാത്രമേ എനിക്കത് മടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനത് കൊടുത്തിട്ട് പിടിക്കുകയാണ്. അപ്പോൾ മടക്കി ഇത് അത്രയും ഇനി ഒരു 5-6 തുണിയുണ്ട്, അത് അത്രയും മടക്കി വെച്ചിട്ട് വേണം എനിക്ക് ഇനി കുളിക്കാനും ഇത് ഈ മുഖത്തിട്ടിരിക്കണേൽ നിന്ന് റിമൂവ് ചെയ്ത് കളയാനും. അപ്പോൾ കുറേ തോർത്തുണ്ട് എനിക്ക്. ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് കഴുകും, വാഷ് ചെയ്യും, അങ്ങനെയൊക്കെയാണ്. തോർത്ത് ഇഷ്ടം പോലെ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടുന്നതാണ്. കാരണം അവർക്ക് ബിസിനസ്സല്ല, അതിൻ്റെ ബിസിനസ്സല്ല, അവർക്ക് കേറ്ററിംഗ് സർവീസിൻ്റെ ആവശ്യമായിട്ടൊക്കെ എടുക്കുന്നതാണ്. അപ്പോൾ അത് ഓരോ ഡ്രസ്സായിട്ടും ഇങ്ങനെ വാഷ് ചെയ്ത് തന്നെ മടക്കി മടക്കി വയ്ക്കുകയാണ് ഞാൻ. അപ്പോൾ ഇത് 10 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കെടുത്ത് മാറ്റി കളയണം. ഇതെൻ്റെ വിഷുവിൻ്റെ കോടിയാണ്, വിഷുക്കോടി. അത് വാഷ് ചെയ്തിട്ട് അത് എടുത്തുകൊണ്ട് വന്നതാണ്. ഇത് ഞാൻ വാഷ് ചെയ്തത് എങ്ങനെയാണെന്നറിയാം, വൈറ്റ് റിൻ ലിക്വിഡ് ഉണ്ടല്ലോ, വൈറ്റ് റിൻ ലിക്വിഡ് ഇട്ട് മുക്കി കഴുകി ഒരു കോടിയുടെ സ്മെല്ല് വരും. അപ്പോൾ അങ്ങനെ മുക്കി വെച്ചാണ് ഞാൻ കഴുകി ഈ സെറ്റ് എല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം എന്നാലേ ഈ വയറ്റിലുള്ള അഴുക്കോ ചെളി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവുള്ളൂ. അപ്പോൾ അത് നല്ലപോലെ മടക്കി എന്നിട്ട് വെക്കണം. ഈ വെള്ള തുണികൾ എപ്പോഴും നല്ല കംഫർട്ടായിട്ട് സൂക്ഷിക്കണം, അല്ലെങ്കിൽ ചീത്തയായി പോവും പെട്ടെന്ന്. എപ്പോഴും യൂസ് ചെയ്യാനും പറ്റത്തില്ല. പുള്ളിക്കാരി എൻ്റെ മുഖത്ത് നോക്കുകയാണ്, എന്താണ് ഉറക്കം തൂങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ഉറങ്ങണ്ട, നമുക്ക് പുറത്ത് പോകാനുള്ളതെന്ന് പറഞ്ഞിട്ട് ഓക്കേ. അപ്പം മടക്കി കഴിഞ്ഞു. ഇതിനെ തിരിച്ചിനി കൊണ്ടുവന്ന് അലമാരയ്ക്കകത്ത് വെക്കണം. അപ്പം നമ്മുടെ ബ്ലാക്കിയാണല്ലോ പുറത്ത് കിടന്നുകൊണ്ട് കുരയ്ക്കുന്നത്. അയ്യോ, ഭയങ്കര അടി നടക്കുന്നു ബ്ലാക്ക്. അപ്പോൾ ഇത് എടുത്ത് മടക്കി പറക്കി കൊണ്ടുവന്ന് വെക്കണം. ഓക്കേ. അപ്പോൾ എടുത്ത് ഇനി അലമാരയിൽ കൊണ്ടുവന്ന് ഈ ക്യാമറയും ഞാനുമായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകണം. എടുത്തുകൊണ്ട് പോയി അലമാരയിൽ വയ്ക്കാനുള്ള പരിപാടിയിലാണ് ഗൈസ്, അലമാരയിൽ വെക്കാനുള്ള പരിപാടിയിലാണ് ഗൈസ്. അപ്പോൾ അലമാരയിൽ എൻ്റെ മോള് സപ്പോർട്ട് ചെയ്യാണ് വെക്കാനായിട്ട്. അവൾ പൊക്കത്ത് വെക്കുകയാണ്. പൊക്കത്ത് അവളെ വെച്ചിട്ട് പൊക്കത്തവിടെ വയ്ക്കുകയാണ്. അവളെ വെച്ചിട്ട് അവൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിനി ഈ മുഖത്ത് കിടക്കുന്നതിനെ റിമൂവ് ചെയ്യണം. അലമാരയൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഇനി മുഖത്ത് കിടക്കുന്നതിനെ റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യണമെങ്കിൽ ഇനി ഇതിനെ മറ്റാർക്കെങ്കിലും ഒന്ന് വെക്കാൻ കൊടുക്കണം. കയ്യിൽ ഇനിയും മരുന്നുണ്ട്. അപ്പോൾ എനിക്കിത് മതിയാവും, അതുകൊണ്ടും ഞാനത് റിമൂവ് ചെയ്യണം എനിക്ക്. അപ്പോൾ ഇതിനെ ഇനി മറ്റൊരാൾക്ക് കൊടുക്കണം. കൊടുത്തിട്ട് മാസ്ക് ഊരിയിട്ടിട്ട് അപ്പോൾ കൊടുത്തു. അവർക്ക് എന്നോട് ഇൻട്രസ്റ്റ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് കൊടുത്തു. വെച്ച് ചെയ്യണം. ഇനി അവർ വെച്ച് കുറച്ച് നേരം അത് 10 മിനിറ്റ് വെച്ചിട്ട് അതിനെ വാഷ് ചെയ്ത് കളയുന്നതാണ്. ഓക്കേ. അപ്പോൾ വെച്ച് ഞാൻ അതിൻ്റെ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുവാണ്. മുഖത്ത് വെച്ചിട്ട് അത് നല്ലപോലെ പിടിച്ച് കൊടുക്കുവാണ്. അപ്പോൾ എൻ്റെത് കണ്ടോ, എൻ്റെ സ്കിന്നിരിക്കുന്നുണ്ടോ, നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്നുണ്ടോ, നല്ല ഭംഗിയിലിരിക്കുന്നുണ്ടോ. അപ്പോൾ അതിങ്ങനെ ഉരസി തേച്ച് കഴുകി വേണം നമ്മൾ സ്കിന്നിലോട്ട് ജോയിൻ ചെയ്ത് വേണം നമ്മൾ കഴുകാൻ. അപ്പോഴേ നമുക്ക് ഇത്തിലൂടെ ഗ്ലോ കിട്ടത്തുള്ളൂ. ഓക്കെ, നമുക്കിതൊന്ന് വാഷ് ചെയ്യാം. എന്താ കണ്ടോ, ഗ്ലോ കണ്ടോ, നല്ല ഗ്ലോ ആണല്ലേ ഗൈസ്, കണ്ടോ, ഗ്ലോ ആണ്. അപ്പോൾ നമ്മൾ ഇത് അധികം നേരം ഇടുന്നത് നല്ലതല്ല, അതുകൊണ്ട് ഞാൻ മാക്സിമം 10 മിനിറ്റ് ഇട്ടിട്ട് വാഷ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ
ടോയ്ലറ്റിലും ബാത്റൂമിൽ കയറിയിട്ട് ഞാനത് പൈപ്പ് വഴി വാഷ് ചെയ്യുകയാണ്. അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ എൻ്റെ ഫിഗർ ഒന്ന് നോക്കണേ ഗേസ്, നല്ല ഒരു ഗ്ലോവും കിട്ടുന്നുണ്ടോ എന്ന് നോക്കണേ. കണ്ടോ, ഈ ജെല്ലാണ് ഉപയോഗിക്കുന്നത്. ഞാൻ എപ്പോഴും ഉപയോഗിക്കില്ല, സോപ്പാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്, വല്ലപ്പോഴും മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ നല്ല ഗ്ലോ ഇല്ലേ ഗേസ്, എന്താ ഒരു ഗ്ലാമർ സ്കിന്നിന്, നല്ല ഫലം ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫേഷ്യലിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ പുറത്ത് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഇനി എൻ്റെ മോൾക്ക് പഠിക്കാൻ വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വെച്ചതാണിത്. അതിപ്പം അനാഥനായി കിടക്കുകയാണ് കേസ്, അനാഥനായി കിടക്കുകയാണ്. അതുകൊണ്ട് ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. അത് ചെയ്തിട്ട് ഡ്രസ്സ് ചെയ്ത് പോകണം. എൻ്റെ രുദ്രാക്ഷം കണ്ടോ, ഞാൻ ഇന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് രുദ്രാക്ഷം. ഈ രുദ്രാക്ഷം കൊള്ളാവോ ഗീസ്? അപ്പം ഞാനിത് മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്. ഞാൻ ഇടുന്നില്ല, ഇച്ചിരി വെള്ളം കുടിക്കണം, ദാഹം, ഭയങ്കര ദാഹം. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് എല്ലാവരും ഹാപ്പി ആയിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇനി ഇച്ചിരി കോഫിയും എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്. കോഫിയും അവിലും നനച്ച് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ പോവുകയാണ് ഞാൻ. കോഫിയും അവിലും കഴിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഗേസ്, ഞാൻ പോയി അത് ചെയ്യണം. ഹായ്, അപ്പോൾ ഞാൻ ചെയ്തിട്ട് വരികയാണ്. ഓക്കേ, അപ്പോൾ ഞാനിത് ചെയ്തു വന്നു. അപ്പോൾ ഞാൻ കഴിക്കുകയാണ്. അവിൽ, തേങ്ങ, ശർക്കര, നെയ്യൊക്കെ ഇട്ട് ഞാൻ കുഴച്ച് കോഫി ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ ഞാനിനി ഫ്രഷായിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പുറത്ത് പോകുന്നതല്ലേ, നല്ല കോഫിയാണ്, ഒരു ക്ഷീണം തോന്നി, അപ്പോൾ അതുകൊണ്ട് കഴിക്കുകയാണ്. അപ്പോൾ ഗേസ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഗേസ്. നിങ്ങൾക്ക് അവിൽ കഴിക്കുന്നത് ഇഷ്ടമാണോ ഗേസ്? അപ്പോൾ അവിൽ കഴിച്ച് ഒന്ന് വിശന്ന് പിന്നെ ലാപ്പിൽ ഓൺ ചെയ്തിട്ടൊന്നും ഓൺ ചെയ്തില്ല കേട്ടോ ഗേസ്. ലാപ്പൊന്ന് എടുത്ത് ഓൺ ചെയ്യണം. വാങ്ങിച്ച് വെച്ചിട്ട് അധികം യൂസബിൾ ആയില്ല. കാരണം ഞാൻ ക്യാമറയ്ക്ക് ഓർഡർ കൊടുത്തിരിക്കണേ ഉള്ളൂ. അത് വന്നാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഡെയിലി ഒരു പ്രാവശ്യമെങ്കിലും ലാപ്പ് ഓൺ ചെയ്ത് എന്തെങ്കിലും പ്രോഗ്രാം കാണുകയോ എന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യണം. അപ്പോൾ അത് ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഡ്രസ്സൊക്കെ നനഞ്ഞിരിക്കുന്നു ഗേസ്. ഈ വാഷ് ചെയ്തൊക്കെ നനഞ്ഞിരിക്കുകയാണ്. വാഷിങ്ങും ജോബും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഡ്രസ്സ് നനഞ്ഞിരിക്കുകയാണ്. വീട്ടിൽ നിൽക്കുന്ന സാഹചര്യം ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവിൽ കുറേശ്ശെ ഞാൻ തിന്നുകയാണ്. അപ്പോൾ ലാപ്പ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു പ്രോഗ്രാം, സിനിമയോ പാട്ടോ എന്തിനെങ്കിലും പ്രവർത്തിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് അത് ഓൺ ചെയ്തത്. അപ്പോൾ ഡെയിലി ഞാനത് ഓൺ ചെയ്യാറുണ്ട്. നല്ല ചൂടുണ്ട് ഗേസ്. അപ്പോൾ ഇതാണ് എൻ്റെ ലാപ്പ്. നിങ്ങൾ കണ്ടല്ലോ, ഞാനൊരു ഇതിൽ കാണിച്ചല്ലോ, പിന്നെ അത് ഓഫായി. ഇനി ഹൗസ് ബോട്ട് ഓണാക്കണം. ഓണാക്കിയിട്ട് വേണം അത് ചെയ്യാനായിട്ട്. ഓണാക്കി ഹൗസ് ബോട്ട് ഓണാക്കണം. ഓണാക്കി എൻ്റെ മൊബൈലിൽ ക്യാമറയിൽ ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹൗസ് ബോട്ട് ഓണാക്കിയാൽ മാത്രമേ ഇത് കണക്റ്റഡ് ആവുകയുള്ളൂ. എനിക്ക് മൈബിൽ ഇഷ്ടമായതുകൊണ്ടാണ് ഇതിൽ അതിൻ്റെ ബോർഡിൽ ഞാനത് ഇട്ടിരിക്കുന്നത് കേട്ടോ. എനിക്കിത് ഉപയോഗിക്കാനൊക്കെ അറിയാം കേട്ടോ കേസ്. ഉപയോഗിക്കാൻ അറിയാതെയൊന്നുമില്ല, ഉപയോഗിക്കാൻ അറിയാം. നല്ല ലാപ്പാണ് കേട്ടോ. ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് അതിന് വീഡിയോ എഡിറ്റിങ്ങൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് കൂടുതലും ബെറ്റർ ആവുമെന്ന് അറിയാൻ പറ്റുള്ളൂ. ഓക്കേ, മിക്കവാറും ഞാൻ ക്യാമറാമാനെ ആവശ്യപ്പെട്ട സ്ഥിതിക്ക് മിക്കവാറും ഞാൻ തന്നെ ഇതെല്ലാം പഠിക്കുന്നതാണ്. പല ആൾക്കാരും പഠിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എഡിറ്റിങ്. അപ്പോൾ ക്യാമറ ഞാൻ തന്നെ റോൾ ചെയ്യും, എന്നിട്ട് എഡിറ്റിങ് ഞാൻ തന്നെ പഠിക്കാനാണ് പരിപാടി. അല്ലാതെ നമുക്ക് കംഫർട്ട് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം ആൾക്കാർക്ക് ഞാൻ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ആൾക്കാർ എന്നെ പരിഹസിക്കുകയും ഒരുമാതിരി മഞ്ഞക്കണ്ണോടുകൂടെ നോക്കുന്നത്. അതുകൊണ്ട്
ചിലപ്പോഴും മാത്രം ഞാൻ പുറത്തുനിന്ന് ആളെ എടുക്കും, അല്ലെങ്കിൽ ഞാൻ തന്നെ സ്വയം പഠിക്കുന്നതാണ്. ഓക്കേ, അപ്പോൾ എല്ലാവരും തുരുമ്പ് പെട്ടെന്നുണ്ടാക്കുന്ന തേങ്ങ തിരിയേൻ്റെ ഇടയിലുള്ള തുരുമ്പാണ് കേസ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈവനിങ് ഫുഡ് എന്ന് പറയുന്നത് അവിൽ നനച്ചതാണ്, കോഫിയുമാണ്. കഴിക്കാൻ നല്ല രുചിയുണ്ട് കേട്ടോ കേസ്. അതായത് കോഫിയിൽ മധുരം ഇട്ടിട്ടില്ല, ശർക്കരയുടെ മധുരം വെച്ചിട്ടാണ് ഞാനത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓവർ മധുരമായിട്ട് തോന്നുന്നില്ല. പിന്നെ അവിൽ എനിക്ക് ചെറുപ്പം മുമ്പേ അവിൽ നനയ്ക്കുന്നത് ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് കഴിക്കും. പിന്നെ ബ്ലഡ് ഉണ്ടോ നോക്കുന്നത്, എനിക്ക് ക്ഷീണം വരുമ്പോൾ ഞാനിങ്ങനെ നോക്കും, കണ്ണിൽ ബ്ലഡ് ഉണ്ടോയെന്ന്. അപ്പോൾ ഗേസ്, അപ്പോൾ ഞാനിന്ന് ഇവിടെ ഇതൊക്കെ കഴിച്ചിട്ട് ഞാൻ ഗെറ്റ് റെഡി തയ്യാറാക്കുന്നതാണ്. ഞാനിപ്പോൾ എടുത്ത ഡ്രസ്സില്ലേ, ആ ഡ്രസ്സിട്ട് ഞാൻ ഗെറ്റ് റെഡി തയ്യാറാക്കുന്നതാണ്. ഞാനൊരു മൂക്കുത്തിയൊക്കെ ഇന്നലെ മേടിച്ചിട്ടുണ്ട്, അതൊക്കെ ഇട്ട് മോഡേണായിട്ട് പുറത്ത് പോകാനാണ് പരിപാടി. അപ്പോൾ ഈ ഫുഡെല്ലാം കഴിച്ച് തീർന്നിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ പുറത്ത് പോകാനാണ് പരിപാടി. തറയിലൊക്കെ വീണു, നത്തിങ് ടു വറി. അപ്പോൾ നിങ്ങളെല്ലാവരും ചായയും കോഫിയും കുടിച്ചെന്ന് വിചാരിക്കുന്നു. വേറെ എന്തൊക്കെയുണ്ട്, ഞാനത് ഈ വീഡിയോ അധികം ബോറാക്കാതെ സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഗേസ്. ഓക്കേ, ലാപ്പ് ഓണാക്കാൻ ഓണാക്കണമെങ്കിൽ ഞാൻ ഈ ക്യാമറ ഓഫ് ചെയ്തിട്ട് ഹൗസ് സ്പോട്ട് ഓണാക്കണം ഗേസ്, എന്നാലേ ഇതെനിക്ക് ഓണാക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ അവിൽ കഴിച്ച് തീരുന്നില്ല ഗേസ്, ഞാൻ എന്ത് ചെയ്യാനാണ്. നല്ലപോലെ അവിൽ കഴിച്ചു കൊണ്ടേയിരിക്കുന്നു, ഇത് തീരുന്നത് വരെ ഞാൻ അവിൽ കഴിക്കും. ഞാൻ പറഞ്ഞിട്ട് പോകാമെന്ന് വെച്ചാലും അവിൽ വിടുന്നില്ല. അവിൽ കഴിപ്പ് ഒരുപാട് ദൂരമുണ്ട് ഗേസ്. പിന്നെ എന്തുണ്ട് ഗേസ്, ബാക്കിയൂടെ പറയാം. നമ്മൾ ഈ അവിൽ തീരണ വരെ ബാക്കി എന്തെങ്കിലുമൊക്കെ പറയാം നമുക്ക്. അയ്യോ ഇത് വല്ലാത്തൊരു അവിൽ തീറ്റയായിപ്പോയല്ലോ ഈശ്വര. മതിക്കാക്കാമെന്ന് വിചാരിച്ചിട്ട് നടക്കുന്നില്ല ഗേസ്. അപ്പോൾ ഞാനിത് സ്റ്റോപ്പായില്ലെങ്കിൽ ഞാനിപ്പോൾ സ്റ്റോപ്പാക്കുന്നതാണ്. കുറേ ഉണ്ട് ഗെയ്സ്, ഇത് നിൽക്കുന്നില്ല ഗെയ്സ്. ഞാൻ തന്നെയാണോ ഈ വീഡിയോ എഡിറ്റ് ചെയ്തെടുക്കുന്നത്? എൻ്റെ ഈശ്വര, നിങ്ങളെന്നെ കണ്ടും മടുത്താണ് അല്ലേ ഗെയ്സ് ഈ വീഡിയോ കണ്ടിട്ട്? ഓക്കെ ബൈ. വല്ല ചാതി തിന്ന് തീർത്തു.